വേദിയിലെ പ്രമുഖരെ, പ്രിയപ്പെട്ട TD മറ്റ് സുഹൃത്തുക്കളെ, ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ ഒരു കാരണം, കഴിഞ്ഞ വർഷം മലപ്പുറത്ത് ഇത്തരമൊരു വേദിയിൽ വെച്ച് ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങിയ ഒരാളാണ്. സാധാരണഗതിയിൽ ഇതിങ്ങനെ രണ്ടാമത്തെ, അതായത് അതിന് ശേഷമുള്ള അവാർഡ് ചടങ്ങ് നടക്കുമ്പോൾ മറ്റൊരിടത്തും അങ്ങനെ ക്ഷണിക്കാറില്ല. ഇവിടെ അങ്ങനെ ഒരു തുടർച്ച, ഒരു അനുസ്യൂതത നമുക്ക് ഉള്ളിൽ അനുഭവപ്പെടുന്നത് വളരെ സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രവാഹം ഇങ്ങനെ തുടരുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഇത് അറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. TDക്ക് ഈ അവാർഡ് നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ 25 പുസ്തകങ്ങൾ നിരോധിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് പുസ്തകങ്ങൾക്കെതിരാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് പുസ്തകത്തെ സ്നേഹിക്കുന്നവർ ഇവിടെ ഈ അവാർഡ് അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് വായിക്കാൻ നമ്മൾ മുതിരേണ്ടതുണ്ട്. ആ മുതിരേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രത്യക്ഷ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥത്തിൽ മാത്രമല്ല. മെയ് 10 ലോകത്ത് പുസ്തക ദിനമായിട്ട് കൊണ്ടാടുന്നതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് മെയ് 10 എന്ന് ചോദിച്ചാൽ, ആ മെയ് 10 എന്തെങ്കിലും പ്രത്യേക പുസ്തകം പുറത്തിറങ്ങിയോണ്ടല്ല അതങ്ങനെ പുസ്തക ദിനമായി കൊണ്ടാടുന്നത്. മറിച്ച് 30കളിൽ 1931 തോന്നുന്നു, ഒരു മെയ് 10 ബെർലിൻ യൂണിവേഴ്സിറ്റിയിലെ കുറേ വിദ്യാർത്ഥികളും അവിടുത്തെ കുറേ അധ്യാപകരും ആ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് ചില പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് അതുമായി ബെർലിനിലെ ഓപ്പറ സ്ക്വയറിലേക്ക് ജാഥ നടത്തിയത്. ആ ജാഥ നടത്തിയിട്ട് അവിടെ വലിയൊരു ജനക്കൂട്ടം, 10-15,000 വരുന്ന ജനക്കൂട്ടാണ് കാത്തു നിന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പുസ്തകത്തിനെ ആദരിക്കാനോ അല്ലെങ്കിൽ അതിനെ പൂജിക്കാനോ ഒന്നുമല്ല ഇവർ ഈ പുസ്തകം എടുത്ത് കൊണ്ടുപോയത്. മറിച്ച് അവിടെ അഗ്നി കൂട്ടി അതിലിട്ട് കത്തിക്കാനാണ്. ഹിറ്റ്ലറുടെ ഒരു ഹിറ്റ്ലറുടെ കാലത്തെ ഒരു വലിയ ആക്രമണം പുസ്തകങ്ങൾക്ക് നേരെയായിരുന്നു. അത് തുടങ്ങി വെച്ച ദിവസം മെയ് 10 ആയതുകൊണ്ടാണ് ലോക പുസ്തക ദിനമായിട്ട് മെയ് 10 ലോകത്ത് മുഴുവൻ ആചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുസ്തകം അതിജീവിച്ച ദിവസമാണ്. അന്ന് ബെർത്തോൾഡ് ബ്രെഹ്ത്ത് എന്ന് പറയുന്ന കവി പറയുകയുണ്ടായി, ആ കത്തിച്ച പുസ്തകത്തിൽ, ഇത് ബെർലിനിൽ മാത്രം ഒതുങ്ങിയെന്നില്ല, മ്യൂണിച്ചിൽ കത്തിച്ചു, അങ്ങനെ 10-28 യൂണിവേഴ്സിറ്റി നഗരങ്ങളിൽ, എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം നിൽക്കുന്ന 10-28 നഗരങ്ങളിലാണ് ഈ പുസ്തക ദഹനം നടത്തിയത്. ഈ ദഹനം നമുക്കറിയാം, അലക്സാണ്ട്രിയ തൊട്ട് തുടങ്ങുന്നുണ്ട്. ജൂലിയസ് സീസർ അലക്സാണ്ട്രിയയിലെ ഈ ഫ്ലീറ്റിന്, ഷിപ്പുകൾക്ക് തീയിട്ടപ്പോൾ കത്തിപ്പോയതാണ് അലക്സാണ്ട്രിയയിലെ വലിയ ലൈബ്രറി എന്ന് പറയും. അവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പുസ്തകം കത്തിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാസിസത്തിൻ്റെ കടന്നുവരവ് തിരിച്ചറിയാനുള്ള ഒരു ടച്ച് സ്റ്റോൺ ആണ്. KC പറഞ്ഞ മാതിരി ഒരു ടച്ച് സ്റ്റോൺ ആണ് ഈ പുസ്തകം കത്തിക്കുക എന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ ആ പുസ്തകം കത്തിക്കുന്നതിൻ്റെ തുടർച്ച 2 തരത്തിലാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഒന്ന്, ഇപ്പം പ്രത്യക്ഷ കഴിഞ്ഞ ദിവസം സംഭവിച്ച പോലെ പേടിക്കുന്ന ഒന്നായിട്ട് പുസ്തകത്തിന്, എന്ന് പറഞ്ഞാൽ മനുഷ്യരെയൊക്കെ ജീവപര്യന്തം തടവിന് വിധിക്കുന്ന പോലെ പലതരം പേര് പറഞ്ഞിട്ട്, നമുക്കറിയാം സ്റ്റാൻസാമിയൊക്കെ ഉള്ളിൽ അകത്ത് പിടിച്ചിട്ട കഥ നമുക്കറിയാം. ഇതേപോലെ പുസ്തകങ്ങളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്ന ഒരു സമയത്ത് ആണ് ഈ ചടങ്ങ്. അതേ ഒരു 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആണിത് സംഭവിക്കുന്നതെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ ചേർത്ത് വെക്കാൻ സാധിക്കുമ്പോഴാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഇൻ്റർനെറ്റ് വരുമ്പോൾ വായന മരിച്ചു ഇതെന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും ഇന്നും ഭരണകൂടത്തിന് ഈ പുസ്തകം എന്ന് പറയുന്ന സംഗതിയെ പേടിയാണ്. അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ രൂപം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പുസ്തകത്തിൻ്റെ ഒരു ഫിസിക്കൽ രൂപം നോക്കിയാൽ അറിയാം. അതിങ്ങനെ തുറന്ന് ഏതാണ്ട് ഹാർമോണിയം പോലെയുള്ള ഒരു രൂപമാണ്. അതിങ്ങനെ വിടർത്തുമ്പോൾ
അതിൻ്റെ ഉള്ളിൽ നിന്ന് ആശയങ്ങളുടെ സംഗീതം പൊഴിയുന്ന, നമുക്ക് അദൃശ്യമായ ഒരുപക്ഷെ കേൾക്കാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്ന ആശയങ്ങളുടെ സംഗീതം അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് ഭരണാധികാരികളായിട്ട് കസേരയിൽ ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. മാത്രമല്ല, ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് വായിക്കാത്തിടത്തോളം കാലം അതിനൊരു ശവപ്പെട്ടിയുടെ രൂപമാണെന്നും അവർക്കറിയാം. അപ്പം എല്ലാ പുസ്തകങ്ങളെയും ഈ ഹാർമോണിയത്തിൽ നിന്ന് ശവപ്പെട്ടിയുടെ രൂപത്തിലേക്ക് മാറ്റുക എന്നതാണ് നിരോധനം എന്നതിൻ്റെ ഒരു ഇമേജറി. ഇത് നോക്കിയപ്പോഴാണ് അടയാളം എന്നാണെന്ന് SSFൻ്റെ ഈ സാഹിത്യോത്സവത്തിൻ്റെ ഒരു മുഖ്യ വിഷയം എന്ന് പറയുന്നത്. അപ്പം നിരോധനത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ഇതാണ്. ഹാർമോണിയത്തിനെ ശവപ്പെട്ടിയാക്കുക എന്ന് പറയുന്ന ആശയങ്ങളുടെ സംഗീതത്തെ ഒരിക്കലും മിണ്ടാത്ത ഒരിടമാക്കി തീർക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇന്ന് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ TD രാമകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്, വളരെ കാലമായിട്ട് പരിചയമുള്ള ഒരാളാണ്. അതിനു മുമ്പേ പുസ്തകങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയൊക്കെ പരിചയിച്ചതിന് ശേഷമാണ് ഈ TD രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ഞാൻ എത്തുന്നത്. അപ്പോൾ ഈ TD രാമകൃഷ്ണൻ എക്കാലത്തും ഈ പറഞ്ഞ പോലെ പുതിയ ആശയങ്ങൾ TDയെ നിരന്തരമായിട്ട് പ്രചോദിപ്പിച്ചിരുന്നു. എപ്പോഴും പുത്തനായിട്ടുള്ള ഈ ഏറ്റവും പുതിയ മൊമെൻറ്റിനെ, ഏറ്റവും പുതിയ നിമിഷത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിലാണ്, അതിനെ അഭിമുഖീകരിക്കുന്നതിലാണ് TDയുടെ പ്രതിഭ ഇങ്ങനെ ഉണർന്നു നിൽക്കുക. അത് ഏത് കാലത്ത് ഇപ്പം PDD നടത്തിയ അഭിമുഖങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. TD തമിഴിലെ ഒരുപാട് കവികളെ വിവർത്തനം ചെയ്തിട്ടുണ്ട്, കവികളുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുണ്ട്, അവരുടെ രചനകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴിലെ എഴുത്തുകാരെ, നോവലിസ്റ്റുകളെയും മറ്റ് ഗദ്യാഖ്യായിക എഴുതുന്നവരെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയാൽ അറിയാം TD ഏറ്റവും പുതിയ ആശയം പറയുന്നവരെ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പ്രദായിക ആശയം പ്രസരിപ്പിക്കുന്ന ഒരാളെയല്ല TD പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ TDയുടെ ആദ്യ കാല, ഇപ്പം TDയുടെ ഒരു ജീവിതത്തെ, ഒരു സാഹിത്യ ജീവിതത്തെ പല അധ്യായങ്ങളായിട്ട് തിരിക്കാമെങ്കിൽ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ഈ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന, വിവർത്തകൻ എന്ന് പറയുന്ന ഒരു പണിയാണ് TD ചെയ്തത്. അപ്പോൾ അതിൽ പല പ്രത്യേകതയുണ്ട്. ഒന്ന്, മലയാളത്തിൽ വിവർത്തനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് 99% ഇംഗ്ലീഷിൽ നിന്നുള്ള വിവർത്തനമാണ്. പല ഭാഷയിൽ നിന്നുള്ള വിവർത്തനം ഉണ്ടാവും, പക്ഷെ നമ്മൾ ചെയ്യുന്ന ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്യാണ്. ഇപ്പോൾ പാവങ്ങൾ നമുക്കറിയാം അല്ലേ, ഇന്ന് ഇത് ഈ വർഷം എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വർഷമാണ് ഈ കഴിഞ്ഞ ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. പാവങ്ങൾ നാലാപ്പാടം തർജ്ജമ ചെയ്യുന്നത് ഫ്രഞ്ചിൽ നിന്ന് നേരിട്ടല്ല, മറിച്ച് ഇംഗ്ലീഷ് തർജ്ജമയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടോൾസ്റ്റോയിയെ വായിച്ചിട്ടുണ്ട്, ഡോസ്റ്റോവ്സ്കിയെ വായിച്ചിട്ടുണ്ട്. ഇതൊന്നും റഷ്യനിൽ നിന്നുള്ള നേരിട്ടുള്ള വരവല്ല, മലയാളത്തിലേക്ക് നേരിട്ട് വരുന്നതല്ല. അല്ലെങ്കിൽ KC പറഞ്ഞ പോലെ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയായി നമുക്ക് കാണാമെങ്കിൽ, അതിനെ വിവർത്തനത്തെ ദൃശ്യവൽക്കരിക്കാമെങ്കിൽ റഷ്യ ത്രൂ ഇംഗ്ലണ്ട്, വയ ഇംഗ്ലണ്ടാണ്, അല്ലെങ്കിൽ വയ ഇംഗ്ലീഷ് ദേശങ്ങൾ വഴിയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ എല്ലാ ട്രാൻസ്ലേഷനിലെയും ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രദേശമാണ്. അത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, സാഹിത്യത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴിലോ തൊട്ടടുത്തുള്ള കർണാടകത്തിലോ സംഭവിക്കുന്നത് എന്തെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇറ്റലിയിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും എന്തു സംഭവിക്കുന്നു നമുക്കറിയാം. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ പുതിയ ഇംഗ്ലീഷ് സാഹിത്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും പറയാൻ പറ്റും. അല്ലെങ്കിൽ പുതിയ യൂറോപ്യൻ സാഹിത്യത്തിൽ പുതിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അതേസമയം കന്നഡയിൽ എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിവരവും ഇല്ല. തമിഴിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ വിവരമില്ല. അല്ലെങ്കിൽ ഭോജ്പുരിയിൽ എന്താണ് നടക്കുന്നത്, ചെറിയ ഭാഷകളിലൊക്കെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു വിവരവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ, നമ്മുടെ അയൽക്കാർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് വലിയ പ്രയാസപ്പെട്ട കാര്യമാണ് നമുക്ക്. കാരണം നമുക്ക് അവരും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ഔദ്യോഗിക തലത്തിൽ മാത്രമേ ഉള്ളൂ, മറിച്ച് ജനതയുടെ തലത്തിൽ വളരെ കുറവാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് അനന്തമൂർത്തി ഇപ്പം C രാഘവ മാഷോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോ ഉണ്ടായതുകൊണ്ട് അനന്തമൂർത്തി മലയാളത്തിലേക്ക്
നമുക്ക് നേരിട്ട് കന്നഡ വഴി വരുമ്പോൾ വായിക്കുമ്പോൾ വ്യത്യാസം നമുക്കറിയാം. നമ്മളെ ആ കാര്യം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഭാരതീപുരം അല്ലെങ്കിൽ അവസ്ഥ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പോലെ പ്രദേശമാണ്. ഇപ്പോൾ ശാന്തവരി ഗോപാൽ ഗൗഡ എന്ന് പറയുന്ന കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള അദ്ദേഹത്തെ പറ്റിയുള്ള നോവലാണ് അവസ്ഥ എന്ന് പറയുന്നത്, അനന്തമൂർത്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പോലെയുള്ള പ്രദേശം, നമ്മുടെ സാമൂഹ്യാവസ്ഥ അനുഭവിക്കുന്ന അവിടെ മനുഷ്യർ, അപ്പം അവിടെ സമരം ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് ഇവിടെ സംസാരിച്ചപ്പോൾ അയ്യങ്കാളിയെ പറ്റി വലിയ തരത്തിൽ പരാമർശിക്കുകയുണ്ടായി. അയ്യങ്കാളിയുടെ സമരം, അല്ലെങ്കിൽ ശാന്താവരി ഗോപാലഗൗഡയുടെ സമരം, അല്ലെങ്കിൽ മഹാഡിലെ അംബേദ്കറുടെ സമരം, ഇതൊക്കെ തമ്മിൽ ബന്ധപ്പെടുത്താൻ, ചരിത്രപരമായിട്ട് പോലും ബന്ധപ്പെടുത്താൻ നമുക്ക് പറ്റാതെ പോയതിൻ്റെ ഒരു കാരണം ഇതൊക്കെ തന്നെ ഒരു ഭാഷയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ചെറിയ ഉപസമൂഹത്തിൽ മാത്രം ഒതുങ്ങിയെന്നുകൊണ്ടാണ്. അയ്യങ്കാളിയെ പറ്റി നമ്മൾ ഇപ്പോൾ ദളിത് ഒരു ചിന്തയ്ക്കും സാഹിത്യത്തിനും ഒക്കെ ഉണർവ് വന്ന കാലമാണ്. എങ്കിൽ പോലും ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു സ്കോളറായ ദളിതിന് പോലും അയ്യങ്കാളിയെ കുറിച്ച് വളരെ നോമിനലായിട്ടുള്ള വിവരമുള്ളൂ. ഇപ്പൊ ഗെയ്ലോംബത്ത് എന്ന് പറയുന്ന വലിയ ഒരു ഇന്ത്യയിലെ ദളിത് സാഹിത്യത്തിന് സൈദ്ധാന്തികമായി ശക്തി പകർന്ന ഒരു സ്ത്രീയുണ്ട്. ഇപ്പം അത് വായിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. ഗെയ്ലോംബത്ത് എന്ന് പറഞ്ഞാൽ വലിയ നമ്മൾ ബഹുമാനത്തോടെ ഉച്ചരിക്കേണ്ട പേരാണ്. കാരണം ഒരു ബ്രാഹ്മണ ലിറ്ററേച്ചറിന് ബദലായി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സാംസ്കാരിക മൂവ്മെൻറ്റുകളെയും സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള കൃതികളെയൊക്കെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഗെയ്ലോംബത്ത്. അപ്പം ഗെയ്ലോംബത്ത് പോലും അയ്യങ്കാളിയുടെ അടുത്തെത്തുമ്പോൾ അയ്യങ്കാളിയെ പറ്റി വളരെ ഫീബിളായിട്ട് വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. നമുക്കിപ്പോൾ മഹാഡ് സത്യാഗ്രഹം, നമ്മൾ അംബേദ്കർ നടത്തിയ സത്യാഗ്രഹമാണ്. അംബേദ്കർ കൊങ്കൺ പ്രദേശത്ത് മഹാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ ദളിതർക്ക് അവകാശമില്ലാതെ വന്നപ്പോൾ അവിടെ അക്കാലത്ത് ഈ മൊണ്ടാഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ വഴി, അതായത് ബ്രിട്ടീഷുകാർ പ്രത്യേകിച്ചും ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അടിച്ചമർത്തി ഭരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ സ്ഥിതി അത്ര നല്ലതല്ല എന്ന് മനസ്സിലായപ്പോൾ പരിമിതമായ അധികാരം ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള ഗവൺമെൻറ്റുകൾ രൂപീകരിക്കാനൊക്കെ. അങ്ങനെ മഹാഡിൽ അധികാരത്തിൽ വന്ന പ്രാദേശിക മന്ത്രിസഭ, പ്രാദേശികമായിട്ടുള്ള പഞ്ചായത്ത്, ആ സഭ പുരോഗാമികളുടെ ആയതുകൊണ്ട് മഹാഡിലെ കുളം വലിയ കുളമാണ്. ആ കുളത്തിൽ നിന്നാണ് ആ ഗ്രാമത്തിലെ എല്ലാവരും ജലമെടുത്തിരുന്നത്. പക്ഷെ ദളിതർക്ക് അതിൽ നിന്ന് വെള്ളമെടുക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അത് തുറന്നു കൊടുത്തു. ഇത് തുറന്നു കൊടുത്തിട്ടും പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ദളിതനോ ദളിത് സ്ത്രീയോ അവിടെ പോകുന്നില്ല, വെള്ളം എടുക്കുന്നില്ല. തിരിച്ച് സവർണർ അവരെ വിളിച്ച് കൊണ്ടുവന്ന് വെള്ളം എടുക്കുമെന്ന് പറയുന്നുമില്ല. കാരണം സാമൂഹ്യമായ വിലക്ക് ഈ ഭരണപരമായ വിലക്കിനേക്കാൾ വലുതാണ്. ഭരണപരമായ വിലക്ക് നീക്കി, പക്ഷെ സാമൂഹ്യ വിലക്ക് നിൽക്കുകയാണ്. അപ്പോഴാണ് അംബേദ്കർ അമേരിക്കയിൽ നിന്ന് വരുന്നതും അവിടെ മഹാഡ് സത്യാഗ്രഹം എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ സംഘടിപ്പിച്ചിട്ട് ഈ കുളത്തിലേക്ക് പോയി വെള്ളം എടുത്ത് കുടിക്കുന്നതും. ഇത് 1925 നടക്കുന്നത്. 27 ഈ മഹാഡ് സത്യാഗ്രഹം നടക്കുന്നത്. 25 മുതൽ തുടങ്ങിയ സ്ട്രഗിളാണത്. അപ്പോൾ ഇത് വലിയ തരത്തിൽ ഇപ്പം ഇന്ത്യൻ ചരിത്രത്തിലുണ്ട്. പക്ഷെ ഇതിനേക്കാൾ എത്രയോ മുമ്പ് 1900 തുടക്കത്തിൽ ഈ പെരുവഴി സമരം ആര് നടത്തുന്നുണ്ട്? അയ്യങ്കാളി നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് മുട്ടിപ്പുല്ല് വിളയിക്കുന്നു പറഞ്ഞിട്ട് 1.5 കൊല്ലം തൊഴിൽ സമരം നടത്തുന്നുണ്ട്. അപ്പം ഇത്ര വലിയ സമരം ഉണ്ടായിട്ട് ഇത് ഒരു പാൻ ഇന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ ഈ പറയുന്ന ആദാൻ പ്രദാൻ എന്ന് പറയുന്ന കൊടുക്കൽ വാങ്ങൽ യഥാർത്ഥത്തിൽ നടക്കാത്തതുകൊണ്ടാണ്. TD ഏറ്റവും ആദ്യം ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് ഈ കൊടുക്കൽ വാങ്ങൽ, അതും സ്വന്തം അയൽപ്പക്കത്ത് നിന്ന് ഇത് നമുക്ക് തന്നു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു നന്ദികെട്ട പ്രവൃത്തിയായിട്ടാണ്, ഒരു താങ്ക്ലെസ് ജോബായിട്ടാണ് പലപ്പോഴും നമ്മളെ മലയാളി സമൂഹം അതിനെ അംഗീകരിക്കുക. അവിടെ ഉണ്ടായതല്ലേ, ഒരാൾ പണിയെടുത്ത് ഇങ്ങോട്ടാക്കുന്നേ ഉള്ളൂ എന്നുള്ളത്. ഒന്ന് മലയാളത്തിൻ്റെ കഥ ആലോചിച്ചാൽ അറിയാം. തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്താ ചെയ്തത്?
അധ്യാത്മ രാമായണം ഒരു അർത്ഥത്തിൽ പരിഭാഷയാണത്. നമ്മളെ പിതാവ് എന്ന് വിളിക്കുന്ന, പലപ്പോഴും മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്ന ആൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ പണിയാണ്. അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന നോവല് എത്ര ആ ഭാഗത്ത് ഇത് വായിച്ച മനുഷ്യരെ എത്ര മാറ്റി എന്നുള്ളത് പലരും സ്വജീവിതത്തിൻ്റെ കഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആഖ്യാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കൂപമണ്ഡൂകങ്ങളായി മാറാതിരിക്കാൻ ഒരു അപ്പുറത്തെ ഒരു സെൻസിബിലിറ്റി ആയിട്ട് എപ്പോഴും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദൂരെ കിടക്കുന്ന ഒരു ഭാവുകത്തായിട്ട് വരച്ചു നോക്കണം. അപ്പം മാത്രമേ നമ്മൾ വളരുള്ളൂ. ആ വളർച്ചയ്ക്ക് നിദാനമായ ഒരു സംഗതിയാണ് TD ചെയ്തിട്ടുള്ളത്, ആദ്യകാലത്ത് ചെയ്തിട്ടുള്ളത്. അന്ന് വന്ന ആൽഫ എന്ന് പറയുന്ന നോവല് ഒരു പക്ഷേ വളരെ കുറച്ച് മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. വളരെ ശ്രദ്ധിച്ച് വായിക്കുന്ന ആൾക്കാർ മാത്രമേ TD രാമകൃഷ്ണൻ്റെ ആദ്യ നോവല് ആൽഫ വായിച്ചിട്ടുണ്ടാവുള്ളൂ. അത് ഒന്നാമത് ഒരു ശാസ്ത്ര നോവൽ എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന ഒരു നോവലായിട്ടാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അതിലേക്ക് ജനശ്രദ്ധ എത്തിയില്ല എന്ന് വേണം വിചാരിക്കാം. പിൽക്കാലത്താണത് ഇട്ടിക്കോരയൊക്കെ ഇറങ്ങിയ പിന്നെ അതിൻ്റെ പുതിയ പതിപ്പ് ഇറങ്ങിയതിന് ശേഷമാണ് ആൽഫ വായിക്കപ്പെടുന്നത്. ഇട്ടിക്കോര പോലെയുള്ള ഒരു നോവലിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗമുണ്ട്. ഒരു ഭാഗം KC നാരായണൻ വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. ഒന്ന്, ടെക്നോളജിയും ഈ സെൻസിബിലിറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് KC വിശദമായിട്ട് പറയണ്ടായി. അതേസമയം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ടെക്നോളജിയും മനുഷ്യ സ്വഭാവവും മനുഷ്യ സമൂഹത്തിൻ്റെ സ്വഭാവവും തമ്മിൽ ഒരു നേരനുപാതത്തിലല്ല പെരുമാറുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഫാസിസ്റ്റ് ടെക്നോളജി എങ്ങനെ കാണുന്നു എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഒരു ഫാസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ എതിരാളികൾ അല്ലെങ്കിൽ തനിക്കെതിരെ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഏത് സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്ന് ഇന്നത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് മനസ്സിലാക്കാം. ഞാനും നിങ്ങളും എവിടെയുണ്ടെന്ന് ഒരു അധികാരിക്ക് അറിയണമെങ്കിൽ ഇന്ന് 5 മിനിറ്റിൻ്റെ പണി മതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ കീശയിൽ ഈ സാധനം കിടക്കുന്നിടത്തോളം കാലം, ഈ മൊബൈൽ ഫോൺ ഓണായി കിടക്കുന്നിടത്തോളം കാലം നിങ്ങളും ഞാനും എവിടെയുണ്ടെന്ന് ഏത് നിമിഷവും സർവെയിൽ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പണ്ട് നെരൂദ കവിത എഴുതിയ കാലത്ത് ചിലിയിൽ നെരൂദയുടെ കാൻറ്റോ ജനറൽ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതാ പുസ്തകം പുറത്തിറങ്ങുന്ന ഒടുവിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത്. ചിലിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആകെ 1.5 കോടി മനുഷ്യരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്നുള്ളതിൻ്റെ പകുതി ജനങ്ങൾ പോലും അവിടെ ഇല്ല. ഇവിടെയാണ് അന്നത്തെ സ്വേച്ഛാധികാരിയുടെ കണ്ണ് വെട്ടിച്ച് ആ കവി ഒളിവിലിരിക്കുന്നത്. അങ്ങനെയാണ് കാൻറ്റോ ജനറൽ എന്ന് പറയുന്ന വലിയ സമാഹാരം നെരൂദയുടെ കാവ്യ ജീവിതത്തിലെ വലിയ വ്യത്യാസം വരുത്തിയ ഈ സമാഹാരം എഴുതുന്ന ഒളിവിലിരുന്നിട്ടാണ്. ഇന്നത് സാധ്യമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ സർവൈലൻസ് എന്ന് പറയുന്നത് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കാൻ എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറുടെ കയ്യിൽ ഈ പറയുന്ന സർവൈലൻസ് ഉണ്ടാവുമായിരുന്നെങ്കിൽ ഹിറ്റ്ലർ ഇങ്ങനെ ആയിരിക്കില്ല പരാജയപ്പെടുന്നത്. അത് ആ അർത്ഥത്തിൽ ടെക്നോളജി എന്ന് പറയുന്ന അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഒരു ഉപകരണം കൂടിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ടെക്നോളജി ഓരോ തരത്തിലാണ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് സാഹിത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇങ്ങനെ സർവൈലൻസിൻ്റെ കേന്ദ്രമായി തങ്ങൾ മാറുമ്പോൾ, തങ്ങൾക്ക് ഓരോരുത്തരെയും നിരീക്ഷിക്കാനുള്ള കഴിവ് ഉപാധിയായി ടെക്നോളജിയെ മാറ്റുമ്പോൾ മനുഷ്യർ നേരെ ഒരു ഗോത്രത്തലവൻ്റെയോ ഒരു തെമ്മാടിയുടെയോ രൂപത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ട്രംപ് വർത്തമാനം പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് പോട്ടെ, ഏതെങ്കിലും ഭരണാധികാരി സംസാരിക്കുന്ന ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? യാതൊരു തരത്തിലുള്ള മര്യാദയും കൂടാതെ, യാതൊരു തരത്തിലുള്ള ഒരു മനുഷ്യ ജനാധിപത്യത്തിൽ താൻ എന്ന് പറയുന്നത് ഒരു പ്രതിനിധിയാണ്, ഒരുപാട് മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധിയാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു കവലച്ചട്ടമ്പിയെ പോലെ സംസാരിക്കുന്ന ഒരു പ്രസിഡന്റിനെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് ആ ധൈര്യം വരുന്നു? കാരണം ഇതാണ്, നിങ്ങൾക്ക് ലോകത്തെ നിയന്ത്രിക്കാനുള്ള പവർ ടെക്നോളജി അവർക്ക് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ആ പറയുന്ന ഫാസിസം എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ ഫാസിസത്തെക്കാൾ അല്ലെങ്കിൽ മുസോളിനിയുടെ ഫാസിസത്തെക്കാളൊക്കെ ഭീകരമായ ഫാസിസ്റ്റ് ആവാനുള്ള, അത് ഏത് സിസ്റ്റത്തിൽ കൂടി, ജനാധിപത്യ സിസ്റ്റം ആയിക്കൊള്ളട്ടെ, അല്ലാത്ത സിസ്റ്റം ആയിക്കൊള്ളട്ടെ, ഏത് സിസ്റ്റത്തിൽ കൂടിയും
ഒരു വലിയ അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഉന്മാദത്തിന് അടിപ്പെടാൻ മനുഷ്യർക്ക് കഴിയുന്നുണ്ട്. അപ്പം അവിടെയാണ് ഇട്ടിക്കോര പോലെയുള്ള ഒരു നോവൽ വരുന്നത്. ഇട്ടിക്കോരയിൽ നരഭോജനം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മനുഷ്യൻ തിന്നുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മലയാള നോവലിൽ നമുക്ക് ആലോചിക്കാൻ പറ്റിയിരുന്നില്ല അത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള. അപ്പം ഈ മനുഷ്യനെ തിന്നുന്നത് യഥാർത്ഥത്തിൽ തിന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയൽ ആയിട്ടല്ല, മറിച്ച് ഓരോ ആക്ഷനിലും. ഹെയ്റ്റ് എന്ന് പറയുന്നത്, വെറുപ്പ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള തിന്നലാണ്. ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സിസ്റ്റൻസ് ഈ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതൊരു ഹിംസയാണ്, വെർബലായിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. അത് വാചകം കൊണ്ട് ചെയ്യുന്നതാണ്. ഈ വാചകം കൊണ്ട് ചെയ്യുന്ന ഹിംസയാണ് ലോകത്ത് പകർത്തുക എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെയൊക്കെ ശക്തിയും ദൗർബല്യമൊക്കെ അവിടെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മുന്നിൽ ഈ പകയും വെറുപ്പും ഹിംസയും ഒക്കെ രൂപപ്പെടുന്നത് ഒരുതരം പ്രത്യേക നരേറ്റീവ്സ് ആയിട്ടാണ്. ഈ നരേറ്റീവിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മുഴുവൻ ഭരണാധികാരികളും. അതുകൊണ്ടാണ് അവർക്കെതിരെയുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് 21-ാം നൂറ്റാണ്ടിൽ പുസ്തകം നിരോധിക്കുന്ന, നിങ്ങൾ ഇന്ത്യയിൽ പുസ്തകം നിരോധിക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഒരു 15-20 കൊല്ലം മുമ്പ് അമേരിക്കയിൽ ഇങ്ങനെ ഒരു പ്രസിഡന്റ്, ഈ വായ തുറന്ന ചട്ടമ്പി സംസാരിക്കുന്ന സ്വരത്തിൽ ഒരു പ്രസിഡന്റ് ഉണ്ടാവുമെന്ന് ഒരാൾക്കും പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം അങ്ങനെ ഈ ഒരർത്ഥത്തിൽ നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്നത് കൾച്ചറൽ എവല്യൂഷൻ അല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. മനുഷ്യൻ പരിണമിച്ചെത്തിയതാണ്, മനുഷ്യൻ പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്ന, മുന്നോട്ട് പോകുന്നതാണെന്ന് പറയുന്ന ദർശനത്തിന് വലിയ തരത്തിൽ പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ലോകം ഇന്ന് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇവിടെ മാത്രമേ ജീവനുള്ളൂ, ഇവിടെ മാത്രമേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ, ഇവിടെ മാത്രമേ നമുക്ക് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിലെ വാസം എന്ന് പറയുന്നത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്തെ പ്രത്യാശ വരുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ രൂപത്തിലല്ല. ഇപ്പം ഡോസ്റ്റോവ്സ്കി മുഴുവൻ വായിച്ചാൽ നമുക്ക് മുഴുവൻ ഇരുണ്ട പുറങ്ങളായിരിക്കും. പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ വെളിച്ചം നിറയും, ഒരു ആത്മീയമായിട്ടുള്ള ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിൽ നിറയും. അതിൻ്റെ കാരണം ഇതാണ്. അപ്പം ലോകത്തെ മനസ്സിലാക്കാൻ ഉതകുന്ന, പുതിയ തരത്തിൽ ഉതകുന്ന ഉപാധിയാണ് ടി ഡി രാമകൃഷ്ണൻ്റെ ആഖ്യാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് രാമകൃഷ്ണൻ ഇവിടെ ഈ സമ്മാനിതനാവുമ്പോൾ ഈ മുഹൂർത്തത്തിനെതിരെ നമ്മൾ വലിയ പ്രത്യാശ, പുസ്തകം നിരോധിക്കുന്ന, പുസ്തകം കത്തിക്കുന്ന, അല്ലെങ്കിൽ കേരള സ്റ്റോറി പോലെയുള്ള സിനിമയ്ക്ക് അവാർഡ് നൽകുന്ന, അല്ലെങ്കിൽ പൈങ്കിളി പുസ്തകങ്ങൾക്ക് ഇപ്പോൾ പുരസ്കാരം നൽകി എന്താ കുഴപ്പമെന്നൊക്കെ ആൾക്കാർക്ക് ചോദിക്കാം. ഇത്രയേ ഉള്ളൂ, ചിന്തയെ നിരോധിക്കുന്നതിന് സമാനമാണിത്. അവസാനത്തെ മനുഷ്യനും ചിന്തിക്കുന്ന തലച്ചോറാണ് എന്ന ബോധം കൊടുക്കാതിരിക്കുക. അപ്പം അതുകൊണ്ട് എളുപ്പം മനസ്സിലാവുന്ന പുസ്തകം, അല്ലെങ്കിൽ എളുപ്പം വായിക്കാവുന്ന പുസ്തകം ആർക്കും, വായനക്കാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, വായനക്കാർ എന്ന് പറഞ്ഞാൽ തലച്ചോറില്ലാത്ത ഒരു വർഗമായിട്ട് സ്ഥാപിച്ചിട്ട് അത്തരം പുസ്തകം, വിറ്റുപോകുന്ന പുസ്തകം എന്നൊക്കെ പറയുന്ന കാലത്ത് സീരിയസ് ആയിട്ടുള്ളൊരു വർക്കിന് ആ സമ്മാനം കൊടുക്കുമ്പോൾ ആ എഴുത്തുകാരൻ മാത്രമല്ല ബഹുമാനിതനാവുക, മറിച്ച് ചിന്ത എന്ന് പറയുന്ന മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കാര്യത്തെ അംഗീകരിക്കുന്ന ഒരു പ്രോസസ്സിലെ ആദ്യ പടി മാത്രമായിട്ടാണ് അത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ടി ഡിക്കൊപ്പം, കെ സിക്കൊപ്പം, ഇവിടെ ബഹുമാന്യർക്കൊപ്പം ഈ വേദി പങ്കിടാനും ഇത്രയും നേരം സംസാരിക്കാനും കഴിഞ്ഞതിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം, ഒരു മിനിറ്റ് കൂടി. അത് ഞാനിപ്പോൾ സംസാരിച്ചു വരുന്നത് ഗാന്ധിയും ഈ പറയുന്ന ഖാജ ഖുത്ബുദ്ദീൻ ബക്തിയാറിൻ്റെ ഖബറും തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടാണ് ഒരു സംവാദം ഇവിടെ ഞാനും അബ്ദുറഹ്മാൻ എരൂരൊക്കെ കൂടിയിട്ട് നടത്തിയത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഒന്നറിയിക്കാനാണ്. ഈ ഗാന്ധിയുടെ അവസാനത്തെ ബക്തിയാർ ദർഗയിൽ ഗാന്ധിയെ എത്തിച്ച ആ സ്നേഹം എന്ന് പറയുന്ന ആശയം, ആ ആശയത്തെ മുൻനിർത്തി വെറുപ്പിനെതിരെയുള്ള ഒരു പ്രദർശനം, കലാപ്രദർശനം ഈ വരുന്ന നാളെ ക്വിറ്റ് ഇന്ത്യ ദിനം മുതൽ 18-ാം തീയതി വരെ 10 ദിവസം തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ നടക്കുന്നുണ്ട്.
അത് ഗാന്ധിയുടെ നവഖലി യാത്ര, ബീഹാർ യാത്ര, അവസാനത്തെ 2 കൊല്ലം ഈ കമ്മ്യൂണൽ വയലൻസിനെതിരെ ഗാന്ധി പൊരുതി നിന്ന കൊല്ലങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രദർശനമാണ്. അപ്പം അതുകൊണ്ട് പരമാവധി പേർ അത് വന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലളിതകലാ അക്കാദമിയിൽ രാവിലെ ഏതാണ്ട് 10 മണി മുതൽ വൈകിട്ട് ഒരു 7:30 വരെ ആ പ്രദർശനം ഉണ്ടാവും. അതിൽ ചിത്രങ്ങളുണ്ട്, വീഡിയോ ഉണ്ട്, പിന്നെ കേൾക്കാവുന്ന ശ്രവ്യ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഒരു മൾട്ടിമീഡിയ പ്രദർശനമാണ്. എല്ലാവരും അത് വന്ന് കാണണമെന്നും ഇവിടെ ഇപ്പോൾ നമ്മൾ പരത്തുന്ന ഈ സ്നേഹ സന്ദേശം കൂടുതൽ ഒരു വിശാലതയിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.